നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ റീസെൻ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കും, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിൻ്റെ NAV 4000 ക്രോസ് ചെയ്തിരിക്കുന്നു. നിപ്പോൺ ഇന്ത്യ ഗ്രോത്ത് ഫണ്ട്. ഈ ഫണ്ട് 8 ഒക്ടോബർ 1985 ലോഞ്ച് ചെയ്തത്. ഏകദേശം 28 വർഷങ്ങൾക്ക് മുന്നേ അന്ന് ഫണ്ട് ലോഞ്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ NAV എന്ന് പറയുന്നത് 10 രൂപയാണ്. ആ 10 രൂപ NAV ഇന്ന് 4349 രൂപയായിട്ട് വളർന്നിരിക്കുന്നു. ഏകദേശം 28 വർഷങ്ങൾ കൊണ്ട് ഈ ഫണ്ട് ലോഞ്ച് ചെയ്ത സമയത്ത് 10 രൂപ ഫേസ് വാല്യൂവിൽ നിങ്ങൾ 1 ലക്ഷം രൂപ നിക്ഷേപം നടത്തിയിരുന്നെങ്കിൽ 28 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ നിക്ഷേപത്തിൻ്റെ വാല്യൂ ഇന്ന് 4 കോടി രൂപയിൽ കൂടുതലായേനെ. അതേപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ ഫണ്ടിൻ്റെ ഇൻസെപ്ഷൻ ഡേറ്റ് മുതൽ 10,000 രൂപ വീതം മന്ത്ലി SIP നിക്ഷേപങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ ഏകദേശം 25 കോടി 60 ലക്ഷം രൂപയോളം ആയേനെ. ഇത് റിയൽ ആയിട്ടുള്ള കണക്കാണ്, ഇത് സംഭവിച്ച കാര്യങ്ങളാണ്. ഈ ഫണ്ടിൻ്റെ ലോഞ്ച് ഡേറ്റ് മുതൽ ഇന്ന് വരെയും ഏകദേശം 23.2% CAGR കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഈ ഫണ്ട് നൽകിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഞാനിവിടെ വിശദീകരിച്ചതിൻ്റെ മെയിനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലും അല്ലെങ്കിൽ ഇക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റുകളിലും നമ്മൾ നിക്ഷേപങ്ങൾ നടത്തിയാൽ അതിൽ നിന്ന് ലഭിക്കാവുന്ന റിട്ടേൺസിൻ്റെ അനന്ത സാധ്യതകളെക്കുറിച്ച് സംസാരിക്കാനാണ്. മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള നിക്ഷേപങ്ങൾ ലോങ് ടൈം നിക്ഷേപങ്ങളാണെന്ന് ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ഞാനും മ്യൂച്വൽ ഫണ്ടുകളിലും ഇക്വിറ്റി മാർക്കറ്റിലും നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ആദ്യകാലങ്ങളിൽ ഇതേപോലെയുള്ള മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് ഈ നിപ്പോൺ ഇന്ത്യ ഗ്രോത്ത് ഫണ്ടിലും എനിക്ക് ആദ്യകാലങ്ങളിൽ നിക്ഷേപം ഉണ്ടായിരുന്നു. ഈ സ്കീം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ 10,000 രൂപ നിക്ഷേപം നടത്തിയ ഒരു വ്യക്തിയാണ്. ഞാൻ ആ നിക്ഷേപം കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ 4 കോടി രൂപയിൽ കൂടുതൽ ഉണ്ടായിരുന്നേനെ. ഇത് 1985 മുതൽ നടന്ന കാര്യങ്ങളാണ്. ഏതോ സാഹചര്യത്തിൽ ഞാൻ ഈ നിക്ഷേപം വിഡ്രോ ചെയ്തു. ഇവിടെ ഞാനൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ എന്ന നിലയിൽ എനിക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഞാൻ ഇന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വലിയൊരു ലോസാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ പഴയ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒരിക്കൽ കൂടി ഇതിവിടെ സംസാരിക്കുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം, മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപങ്ങൾ ലോങ് ടൈമിലേക്കുള്ള നിക്ഷേപങ്ങളാണ്. നിങ്ങൾക്ക് അത്യാവശ്യമില്ലാത്ത പണമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നടത്തുന്ന നിക്ഷേപങ്ങൾ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. നമ്മൾ സമ്പാദിക്കുന്ന പണം നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നതിനുള്ളതാണ്. എന്നാൽ സർപ്ലസ് വരുന്ന പണം ഇതേപോലെയുള്ള സേവിങ്സുകളായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റുകളുമായിട്ടും കൺവേർട്ട് ചെയ്ത് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്താൽ ഇതേപോലെയുള്ള റിട്ടേൺസ് നമുക്ക് ലഭിക്കും. ഇത് നേരത്തെ റിലയൻസ് മ്യൂച്വൽ ഫണ്ട് മാനേജ് ചെയ്തിരുന്ന ഫണ്ടാണ്. അനിൽ അംബാനി ഗ്രൂപ്പിന് പ്രശ്നങ്ങളുണ്ടായി. റിലയൻസ് ഗ്രൂപ്പ് ഇത് നിപ്പോൺ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനത്തിന് അവർ മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ നിക്ഷേപം നടത്തിയത് റിലയൻസ് ഇന്ത്യ ഗ്രോത്ത് ഫണ്ടിലാണ്. സബ്സിക്വൻ്റ് ആയിട്ടാണ് ഈ ഫണ്ടിൻ്റെ പേര് നിപ്പോൺ ഇന്ത്യ ഗ്രോത്ത് ഫണ്ട് എന്ന് മാറ്റിയത്. ഇതൊരു മിഡ് ക്യാപ് ഫണ്ടാണ്. മിഡ് ക്യാപ് ഫണ്ടുകളിലും സ്മോൾ ക്യാപ് ഫണ്ടുകളിലും നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ നമുക്കിതിൽ നിന്ന് ലഭിക്കാവുന്ന റിട്ടേൺസിൻ്റെ പൊട്ടൻഷ്യലാണ് ഈ ഫണ്ട് ഇവിടെ എടുത്തു കാണിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഫണ്ടിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ 4000 ക്രോസ് ചെയ്യുന്നത്. 20-25 വർഷങ്ങൾക്ക് മുന്നേ ലോഞ്ച് ചെയ്ത പല ഫണ്ടുകളുടെയും നെറ്റ് അസറ്റ് വാല്യൂ 1500 മുതൽ 4300 രൂപ വരെയുള്ള റേഞ്ചിലാണ് അതിൻ്റെ NAV ഇപ്പോൾ കമ്പ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഡിസംബർ 2023 ഈ ഫണ്ടിൻ്റെ NAV 3000 രൂപയുണ്ടായിരുന്നുള്ളൂ. ഈ 3000 രൂപയിൽ നിന്ന് 4300 ആകുവാനായിട്ട് എടുത്ത സമയം എന്ന് പറയുന്നത് വെറും 7 മാസമാണ് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 3 വർഷം ഈ ഫണ്ട് 20% റിട്ടേൺസ് നൽകി. 5 വർഷത്തിൽ 28.81%, 7 വർഷത്തിൽ ഏകദേശം 30%, 10 വർഷത്തിൽ ഏകദേശം 20% റിട്ടേൺസാണ് ഈ ഫണ്ട് നൽകിയിരിക്കുന്നത്. ഫണ്ടിൻ്റെ അണ്ടർലൈയിങ് അസറ്റ്സ് എന്ന് പറയുന്നത് 95 ലിസ്റ്റഡ് കമ്പനീസാണ്. ഈ ഫണ്ടിൻ്റെ 98.5% ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇക്വിറ്റി അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്ത സെക്യൂരിറ്റികളിലാണ്. ആദ്യത്തെ 10 സ്റ്റോക്കുകളിലുള്ള എക്സ്പോഷർ എന്ന് പറയുന്നത് ഏകദേശം 23.24%. ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നത് ഏകദേശം 30,838 കോടി രൂപയുടെ അസറ്റാണ്. ഞാൻ ആദ്യമേ വിശദീകരിച്ചതുപോലെ തന്നെ 10,000 രൂപ ഈ ഫണ്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മന്ത്ലി SIP നടത്തിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോഴും ഇത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 25 കോടി 60 ലക്ഷം രൂപയോളം അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ന് വളർന്നിരിക്കും.
അതേപോലെ 1 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ഫണ്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് 4 കോടി രൂപയിൽ കൂടുതൽ ആയേനെ. ഈ ഫണ്ടിൻ്റെ NFOയിൽ നിക്ഷേപം നടത്തിയ എത്ര വ്യക്തികളുടെ ഈ നിക്ഷേപം കണ്ടിന്യൂ ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയില്ല. എങ്കിൽ തന്നെയും തിരഞ്ഞെടുത്ത ഇക്വിറ്റി ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയ നമുക്ക് ലഭിക്കാൻ പോകുന്ന റിട്ടേൺസ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ കാലത്ത് നടന്ന ഒരു കാര്യമാണ്. ഇത് ഫ്യൂച്ചറിലേക്ക് റിപ്പീറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ടുള്ളൊരു മറുപടിയില്ല. ഞാനെപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ ഇക്കോണമിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യയുടെ GDP ഗ്രോത്തും അതിനനുബന്ധമായ മറ്റുള്ള കാര്യങ്ങളും പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും വരും കാലങ്ങളിലും ഇതേപോലെയുള്ള നിക്ഷേപങ്ങൾ, അതായത് ലോങ് ടൈമിലേക്കുള്ള നിക്ഷേപങ്ങൾ കൂടുതൽ റിട്ടേൺസ് നേടിത്തരാൻ പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് തിരഞ്ഞെടുത്ത ഇക്വിറ്റി ഫണ്ടുകളിലുള്ള നിക്ഷേപം. ഇത് ഈ ഫണ്ടിലെ നിക്ഷേപം നടത്തുവാനായിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ അല്ല. ഈ വീഡിയോയുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ലോങ് ടൈമിലേക്ക് നമ്മൾ ഇക്വിറ്റി മാർക്കറ്റിലോ അല്ലെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലോ നിക്ഷേപം നടത്തിയാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന റിട്ടേൺസിനെ കുറിച്ച് ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ തരുന്നതിന് മാത്രമാണ് ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഫണ്ട് ഒരുപാട് റിട്ടേൺസ് നൽകിയിട്ടുണ്ടെങ്കിലും ഫ്യൂച്ചറിലേക്ക് ഇത് റിപ്പീറ്റ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല. ഫണ്ടുകളിലുള്ള നിക്ഷേപം റിസ്കി ആയിട്ടുള്ള നിക്ഷേപങ്ങളാണ്. നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ പ്രോപ്പറായിട്ടുള്ള റിസർച്ചുകൾ ചെയ്ത് അതോടൊപ്പം തന്നെ ഇതറിയാവുന്ന ഏതെങ്കിലും വ്യക്തികളുടെ അഭിപ്രായം എടുത്തതിന് ശേഷം മാത്രം നിക്ഷേപങ്ങൾ നടത്തുക. ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നിയാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.